ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുത്തേക്കാം. കാരണം ഇന്നത്തെ ദിവസം വെച്ച് നോക്കിയപ്പം കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് തോന്നി. ഇന്നത്തെ ദിവസം എല്ലാ ദിവസത്തിനെക്കാട്ടിലും കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് തോന്നി. കാരണം ഇന്നത്തെ ദിവസം ഞാൻ വീട്ടിൽ ഇരുന്നിട്ടില്ല. അപ്പം രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് ഒരു ഫേസ് പാക്ക് ഒക്കെ അങ്ങ് ഇട്ടു. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഫേസ് പാക്ക് ഒക്കെ ഇട്ട് റെഡിയായി. നമ്മളതിന് ശേഷം കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതും കൂടി കൊണ്ടുപോയി നേരെ വാഷിംഗ് മെഷീനിൽ ഇട്ട ശേഷം നമ്മൾ പിന്നെ വേഗം പോയി റെഡിയായി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ട്യൂഷനോട്ട് പോവാണ്. ട്യൂഷന് പോയി. കാരണം ഇവിടുന്ന് കുറച്ച് ഒരു 15 മിനിറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ സ്കൂട്ടറിലാ പോണത്. അങ്ങനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്യൂഷനിലോട്ട് പോയി. അവിടെ എത്തി. അവിടെ ചെന്ന് നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് കണ്ട് അവരൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് അവരുടെ ആവശ്യത്തിനൊക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സൊന്ന് ഫ്രീ ആവും. നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും. അതിനുശേഷം ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ലാമഹക്കിലോട്ട് പോയി. കാരണം അവിടെ നമുക്കിന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട് നാഫി ടോക്കി എന്നാണ് അവളുടെ പേജിന്റെ പേര്. അപ്പം അവളുടെ പേജിലോട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പം ഞാനും കൂടെ പോയി ജസ്റ്റ് ഒരു ഡ്രസ്സൊക്കെ ഇട്ട ജസ്റ്റ് ഒരു മോഡലായിട്ട്. അങ്ങനെ നല്ലൊരു ഷോപ്പായിരുന്നു. കാരണം കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പാർട്ടി വെയർ ആയാലും നമ്മുടെ സാധാ കൊറിയൻ ടോപ്സ്, അബായാസ്, പിന്നെ നമ്മുടെ ഗൗണ്, അങ്ങനെ ചുരിദാർസ്, എല്ലാത്തിനും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഷോപ്പ് വരുന്നത് കണ്ണനല്ലൂർ മൈലക്കാട് റോഡിലാണ്. പള്ളിയുടെ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, കണ്ണനല്ലൂർ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പം അവിടെ ചെന്ന് കുറെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ ഈദിന് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ ഇട്ടേക്കുന്ന ബ്ലൂ ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ ഇത്ത പറഞ്ഞിട്ട് ഇട്ട് നോക്കിയ ഡ്രസ്സായിരുന്നു ഇത്. കണ്ടപ്പോൾ എനിക്ക് വലിയ ഇത് തോന്നിയില്ല, പക്ഷെ ഇട്ടപ്പം നല്ലൊരു ഭംഗി, നല്ല ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ട് വീഡിയോ എടുക്കും, നോക്കും, പിന്നെയും എടുക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യും, വീണ്ടും എടുക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഹറിബറി ആയിട്ട് നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ അവിടുത്തെ കുറെ നേരം അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു. ആ ഒരു ഡേ ഫുള്ള് അവിടെ അങ്ങനെ പോയി. എന്ന് വെച്ചാൽ ആ ഒരു ഡേയുടെ പകുതി ടൈമും നമ്മൾ ഇവിടെ ആയിരുന്നു, ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടയറിങ് ഡേ അവസാനിച്ചു. ഡേ അല്ല, അവിടുത്തെ സംഭവങ്ങളൊക്കെ അവസാനിച്ചു. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെയും നമ്മൾ സ്കൂട്ടിയിലായിരുന്നു വന്നത്. അതിനുശേഷം വീട്ടിൽ ചെന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിനി നോമ്പ് തുറയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും രാവിലെ കുളിച്ചിറങ്ങി, എന്നാലും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ഒന്നും കൂടെ ഒക്കെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി. അപ്പം ഇവിടോട്ട് പോകാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ നേരെ എന്റെ കുഞ്ഞുമ്മയുടെ വീടാണ്, അവിടെ എത്തി. അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ കണ്ടു. ഇവിടെ വരുന്നത് തന്നെ അമ്മമാരെ കാണാൻ വേണ്ടിയിട്ടാ, പക്ഷെ ഇപ്പം വന്നത് നമ്മൾ നോമ്പ് മുറിക്കാനാ. അപ്പം അങ്ങനെ നമ്മുടെ ടൈം കുറച്ചങ്ങ് പോയി കേട്ടോ. കാരണം എല്ലാരും വരുന്നവരെ കാത്തിരുന്നു. എല്ലാരും വന്നിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ടൈമായി. പിന്നെ പെട്ടെന്ന് എല്ലാരും ഒന്ന് തട്ടിക്കൂട്ടി പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്തെടുത്തു. ഞാൻ വീട്ടിൽ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല, പക്ഷെ അവിടെ പോയപ്പം ചെയ്യേണ്ടി വന്നു. കാരണം അത്രയും ടൈം പോയി. പിന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്ത് അൽഹംദുലില്ലാ നമുക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നോമ്പ് മുറിക്കാനായിട്ട് പറ്റി. പിന്നെ അതിനുശേഷം ഉസ്താദൊക്കെ വന്നു, ഓതി, നമ്മള് ഇതുവായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ പെരുന്നാൾക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലായിരുന്നു. അങ്ങനെ പെരുന്നാൾക്കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാണ്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അപ്പോഴാണ് ഒരു ജീവൻ വീണത്. പിന്നെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇതേപോലെ പോയി കിടന്നങ്ങ് ഉറങ്ങുമായിരുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.